ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. കുറച്ച് നാളുകൾക്ക് ശേഷം ഞാൻ ഇപ്പോഴാണ് കേട്ടോ വ്ളോഗ് എടുക്കണത്. ഇപ്പോൾ വ്ളോഗ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അറിയില്ലല്ലോ ഈ വീഡിയോ എപ്പോഴാണ് എടുക്കണത് അല്ലാന്നൊക്കെ തെറ്റിപ്പോണ്ട്. അതായത് ഞാൻ എപ്പോഴാണ് വ്ളോഗ് എടുക്കണമെന്ന് നിങ്ങൾക്ക് അറിയില്ലല്ലോ. ഞാനിങ്ങനെ 2 ദിവസം 3 ദിവസം കൂടുമ്പോൾ ഇടയ്ക്ക് ചില സമയത്ത് 1 മാസം കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ഇടും, ചില സമയത്ത് തീരെ ഇടില്ല. അപ്പൊ ഇപ്പൊ ഞാൻ കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ടാണ് ഗൈസ് ഈ ഒരു വ്ളോഗ് എടുക്കണത്. ഗ്യാപ്പ് ഇടണതിന്റെ കാരണം വേറെ ഒന്നുമില്ല കേട്ടാ. ആദ്യം എന്നൊക്കെ പറഞ്ഞാല് ഞാൻ ഉറക്കം ഉളച്ചിട്ടാണ് ഉറക്കം കളഞ്ഞിട്ടാണ് വ്ളോഗൊക്കെ എഡിറ്റ് ചെയ്തിരുന്നത്. ഇപ്പൊ ഞാൻ അങ്ങനെ ഉറക്കം കളഞ്ഞിട്ട് എഡിറ്റ് ചെയ്യാതിരിക്കണില്ല, അതാണ് മെയിൻ കാര്യം. അപ്പൊ അതുകൊണ്ടാണ് ഇങ്ങനെ ഗ്യാപ്പ് ഇട്ട് വരണത്. അപ്പോൾ അതൊക്കെ പോട്ടെ. ഇന്നത്തെ നമ്മുടെ വ്ളോഗ് എന്ന് പറയണത് നമ്മൾ ആംബ്രൂന് സൈക്കിൾ വാങ്ങിക്കാൻ വേണ്ടി പോവാണ്. നമ്മൾ വിചാരിച്ച സൈക്കിൾ ഉണ്ടോന്ന് അറിയില്ല കേട്ടോ. ഇവിടെ നമ്മൾ 2 ഷോപ്പ് വിചാരിച്ചിട്ടുണ്ട്. ഫസ്റ്റ് നമ്മൾ ചാൾസിലേക്കാണ് പോണത്. ഇപ്പോ ചാൾസിന്റെ പേര് മാറ്റിയിട്ടാ, നോറാന്നാണ്. ഇപ്പൊ നമ്മള് സൈക്കിൾ പെട്ടെന്നുണ്ടായ തീരുമാനം കേട്ടോ, ഇന്നലെ ഉണ്ടായ തീരുമാനമാണ്. ശരിക്കും പറഞ്ഞാൽ ആംബ്രൂനൊരു 4 വയസ്സൊക്കെ ആയില്ലേ സൈക്കിള് ചവിട്ടുക. 3-3.5 അല്ലേ, കാലെത്തണതിനനുസരിച്ചിട്ട്. അപ്പം ആ ഒരു ടൈമില് നല്ലൊരു സൈക്കിൾ, ഞാൻ മുന്നത്തെ എന്റെ വ്ളോഗ് കണ്ടവർക്ക് അറിയാം, ഞാൻ ഒരു ഷോപ്പിൽ പോയപ്പോൾ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ഒരു കുഞ്ഞ് സൈക്കിള്. പക്ഷെ അത് ചവിട്ടറിയണം, എന്നാലാണ് വാങ്ങിച്ചു കൊടുത്തിട്ട് കാര്യമുള്ളൂ. പക്ഷെ അതൊന്നും അവൻ ഇപ്പോഴൊന്നും ചവിട്ടാനായിട്ടില്ല. പക്ഷെ ഇപ്പോ നമുക്കൊന്ന് അവനെ മുറ്റത്തും അല്ലെങ്കിൽ റോട്ടിലൊക്കെ ഓടിക്കാൻ, നമ്മുടെ വീട്ടിലുള്ളത് ചെറിയ ചെറിയ വണ്ടികളാണ്. അപ്പൊ അത് നമുക്ക് റോട്ടിലേക്ക് ഓടിക്കാൻ പറ്റില്ല. അപ്പോൾ പിന്നെ അതിൽ നമ്മള് കൂടെ നിൽക്കുന്ന ആള് ഭയങ്കരമായിട്ട് കുമ്പിട്ടിട്ട് വേണം അത് പിടിക്കാൻ വേണ്ടിട്ട്. അപ്പോൾ വിചാരിച്ചിങ്ങനെ ഒരു എന്തായാലും പറയാ പിടിക്കണ സാധനല്ലേ, പിടുത്തുള്ള ഒരു സൈക്കിള് ഇപ്പോൾ ഓൺലൈനിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ ഓൺലൈനിൽ വാങ്ങിക്കണില്ല, കാരണം ഓൺലൈനിൽ നിന്ന് വാങ്ങുമ്പോൾ നമുക്കൊരു തൃപ്തി ഉണ്ടാവില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് നമ്മൾ വിചാരിച്ച് ഷോപ്പിൽ വന്ന് നോക്കാന്ന്. ഇപ്പോൾ നോറയിൽ വന്നിട്ടുണ്ട് കേട്ടോ, നമുക്ക് ഇവിടെ പോയി നോക്കി നോക്കാം. ബാക്കിൽ ഇതാ നമ്മുടെ പൂരത്തിന്റെ വടക്കാഞ്ചേരി പന്തല് പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. പൂരത്തിന്റെ വ്ളോഗും ഇതൊക്കെ വരും ഗൈസ്. അപ്പൊ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, നമ്മളിപ്പോ നോറയിൽ നിന്ന് ഇറങ്ങിയിട്ട് അവിടെ ഒരു മഞ്ഞ കളറാണ്. അപ്പോൾ നമുക്ക് എന്തായാലും വേറൊരു ഷോപ്പിലും കൂടി നോക്കി നോക്കാം. അവിടെ ഇല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ ഉള്ളത് തന്നെ നമുക്ക് വാങ്ങിച്ചിട്ട് പോവാം ഗൈസ്. അപ്പൊ ഇനി നമുക്ക് ആ ഷോപ്പിലെത്തിയിട്ട് കാണാം. ഇതാണ് നമ്മുടെ 2ാമത്തെ ഷോപ്പ്. ഈ ഷോപ്പിൽ ഞങ്ങൾ മുന്നേ വന്നിട്ടുണ്ട്. ഇവിടെ അത്യാവശ്യം എല്ലാ സാധനങ്ങളും ഉണ്ടാവാറുണ്ട് കേട്ടോ, കാരണം ടോയ്സ് മാത്രമുള്ള കടയല്ലേ, അതുകൊണ്ട് എല്ലാം ഉണ്ട് കേട്ടോ. ചെറുതായിട്ടും വലുതായിട്ടുള്ള എല്ലാ വക ടോയ്സും ഉണ്ട്. നമ്മൾ ഫസ്റ്റ് തന്നെ കയറി വന്ന് ഇങ്ങനത്തെ ഒരു ടൈപ്പ് സൈക്കിളാണ് വേണ്ടെന്ന് പറഞ്ഞപ്പോ അവിടുത്തെ ചേട്ടൻ നമുക്ക് കാണിച്ചു തരാണ് കേട്ടോ. ഞങ്ങൾക്ക് ഇപ്പൊ സൈക്കിൾ എടുത്തു തരുന്ന ചേട്ടനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, കാരണം അവിടെ ഉള്ളതിലേക്ക് ബെസ്റ്റ് ആണ് നമുക്ക് കാണിച്ചു തരിക. ആളെല്ലാം നമുക്ക് കാണിച്ചു തരും, റേറ്റ് കുറവിന്റെയും കൂടിയതിന്റെയും ഒക്കെ. പിന്നെ നമ്മളാണ് കേട്ടോ സെലക്ട് ചെയ്യേണ്ടത്. അങ്ങനെ എല്ലാം പറഞ്ഞതാ ഈ ഒരു സൈക്കിൾ നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇങ്ങനത്തെ ഒരു സൈക്കിളിൽ ഏറ്റവും സേഫ്റ്റി കൂട്ടിയിട്ടുള്ള സൈക്കിൾ ഇതാണ് കേട്ടോ. അപ്പൊ നമ്മൾ അത് തന്നെ വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ നോക്ക്, എനിക്ക് ഈ ഒരു കിളിപ്പച്ച കളർ സൈക്കിൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇതുപോലത്തെ ഒരു സൈക്കിളാണ് ഞാൻ മുന്നേ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ വരുമ്പോ കണ്ടത്. അങ്ങനെ നമ്മൾ അതൊക്കെ വാങ്ങിച്ചിട്ട് ഇതാ നേരെ വണ്ടിയിലേക്ക് പോവാണ് കേട്ടോ. ആംബ്രു ഇത് എന്തത് വീട്ടിലേക്ക് കൊണ്ടുപോകണോ എന്നൊക്കെ നോക്കാണ്. കടയിൽ നിന്ന് ഇരുന്ന് നോക്കാനൊന്നും സമ്മതിച്ചില്ല കേട്ടാ. ആംബ്രുവിന് ഞാൻ വിചാരിച്ച പോലത്തെ സൈക്കിൾ തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതാ ബാക്കിൽ വെച്ചിട്ടുണ്ട്. ഇതാവുമ്പോ ഒന്നും കൂടി ബെൽറ്റും അതുപോലെ ഒരു ബലുള്ള പോലെ ഉണ്ട് അല്ലേ. നമ്മൾ ഓൺലൈനിൽ കണ്ടതിനേക്കാളും ഒന്നും കൂടി സേഫ്റ്റി ഉണ്ട് ഈ ഒരു സൈക്കിളിന്. എനിക്ക് നല്ല സന്തോഷമായി. ഞാൻ അന്ന് കണ്ട പോലത്തെ ഒരു സൈക്കിൾ ഇന്നും അവിടെ കണ്ടിട്ടുണ്ടാവും. ഇപ്പൊ നിങ്ങളുടെ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും. പക്ഷെ അവന് ഓടിക്കാനാവട്ടെ അല്ലേ, നമുക്ക് സെറ്റാക്കാം. ഇപ്പൊ എന്താ അത് ശരിക്കും ചവിട്ടാൻ അറിയണം. അപ്പൊ ഇപ്പൊ എന്തായാലും അവനക്ക് ഓടിക്കാൻ പറ്റും. പക്ഷെ ഇപ്പൊ നേരെ ആംബ്രൂന്റെ മുന്നേ വാങ്ങിച്ച ഒരു ജീപ്പ് ഇപ്പൊ നേരെ ആക്കണില്ല വിചാരിച്ചിട്ട്, കാരണം ഓണാക്ക ഇതാണ് അവന്റെ മെയിൻ പരിപാടി. അപ്പൊ ഇപ്പൊ എന്തായാലും നമുക്ക് ഇനി ഈ ഒരു സൈക്കിളായിരിക്കാം ഇനി അംഗം വിട്ട് നമ്മൾ കാണാൻ വേണ്ടി പോണത്. അപ്പൊ കടയിൽ നിന്ന് എന്തായാലും ഇരുന്ന് നോക്കാൻ സമ്മതിച്ചിട്ടില്ല. വീട്ടിലെത്തിയിട്ട് എന്താ അവസ്ഥ നമുക്ക് നോക്കാം ഗൈസ്. അപ്പോൾ സന്തോഷമായി. ആംബ്രൂവിന് സൈക്കിൾ വാങ്ങിച്ചതിൽ എനിക്കാണ് കേട്ടോ കൂടുതൽ സന്തോഷം. നമ്മൾ വിചാരിച്ച അതേപോലത്തെ കിട്ടുമ്പോൾ ഒരു സന്തോഷമില്ലേ. പിന്നെ നമുക്ക് വീട്ടിൽ
വീട്ടിലെത്തിയിട്ട് കാണാം. അങ്ങനെ നമ്മൾ വീട്ടിലെത്തി. നമ്മുടെ സൈക്കിൾ ഇതായിരിക്കണു. ശരിക്കും ഈ ഒരു സൈക്കിളിന്റെ ഒരു ബ്ലാക്ക് ഉണ്ടായിരുന്നു കേട്ടോ. അതായിരുന്നു സാപ്പിക്ക് കൂടുതൽ ഇഷ്ടമായത്. പക്ഷെ ഇത്രയും സേഫ്റ്റി അതിനില്ല. ഇതിന് 3 ബെൽറ്റ് ഉണ്ട് കേട്ടോ. ഒന്നാ ഒരു വടി പോലത്തെയും പിന്നെ ഒരു തുണിയുടെയും പിന്നെ സാധാരണ നോർമൽ ഒരു ബെൽറ്റും. പക്ഷെ ആമ്രൂന് ഇപ്പൊ അത്ര ബെൽറ്റിന്റെ ഒന്നും ആവശ്യമില്ല. ഇപ്പൊ ഈ ഒരു വടി പോലെ നിൽക്കണത് മതി. പക്ഷെ എന്നാൽ കൂടി നമ്മൾ വാങ്ങിക്കുമ്പോൾ ഏറ്റവും നല്ലതാണല്ലോ വാങ്ങിക്കാതെ. പിന്നെ ഇതിൽ കൂടുതൽ ആ ഒരു പിടുത്തും അതുപോലെ കാല് വെക്കാനുള്ളതൊക്കെ ഒന്നും കൂടി സെറ്റപ്പായിട്ട് ഞങ്ങൾക്ക് തോന്നി. അപ്പൊ അതുകൊണ്ടാണ് കേട്ടോ നമ്മൾ ഈ ഒരു കളർ വാങ്ങിച്ചത്. അപ്പൊ അവിടെ നിന്ന് കുട്ടാപ്പ് ഉമ്മയും ഉപ്പയൊക്കെ നോക്കുന്നുണ്ട് ഇതൊക്കെ വാങ്ങിച്ചു കൊണ്ടുവന്ന് ഇരിക്കുമെന്നാണ് കേട്ടോ എല്ലാവരും ചോദിക്കണത്. ഞങ്ങൾക്കും ആ ഒരു ടെൻഷൻ നല്ല ഉണ്ട്. അപ്പൊ സാപ്പി ബെൽറ്റൊക്കെ അത് ഊരി മാറ്റി. കാരണം ഇതൊന്നും പാടില്ല, അല്ലാണ്ട് തന്നെ ഒന്ന് ഇരിക്കുമെന്നൊക്കെ നോക്കുകയാണ് കേട്ടോ. സാപ്പി ടയറുമത്തെ കവറൊക്കെ ഊരി ഇതാ ആംബ്രൂനെ ഇരുത്താണ് കേട്ടോ. ഒന്ന് ഇരുത്തി നോക്കുകയാണ്. ഫസ്റ്റ് തന്നെ സാപ്പി ആ ഇരിക്കണ ബെൽറ്റൊക്കെ ഇട്ടു. അതിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. സാപ്പി വെറുതെ ഇട്ട് നോക്കിയതാണ്. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ മൂപ്പരയാൾക്ക് ഇറങ്ങണം പറഞ്ഞ് വാശിയായി. അങ്ങനെ ഞങ്ങൾ സൈക്കിൾ അകത്ത് കൊണ്ടുവന്ന് വെച്ചു. പിന്നെ ഇതാ തള്ളലായി, ഓരോ ഭാഗം നോക്കലായി. അങ്ങനെ കുറേ നേരം അതുമ്മ തിരിപ്പിടിക്കുകയാണ് കേട്ടോ. ഇതെന്താ മൊത്തത്തിലൊന്ന് നോക്കി നിരീക്ഷിക്കുകയാണ് ആള്. ഇപ്പോഴും എന്റെ മനസ്സിൽ ഇതിൽ കയറിയിരിക്കുവോ ഓടിക്കാൻ സമ്മതിക്കുമോ എന്നൊക്കെയാണ് കേട്ടോ. മമ്മി ഇരിക്കട്ടെ ഗൈസ്. ഇതുവരെ ഈ സൈക്കിളിൽ ഇരുന്നിട്ടില്ല. എന്താ ചെയ്യാന്ന് എനിക്കറിയില്ല കേട്ടോ. നമുക്ക് എന്തായാലും കുറച്ചു നേരം കഴിഞ്ഞിട്ട് സോപ്പിട്ട് നോക്കി നോക്കാം ഇരിക്കോ ഇല്ലേന്ന്. ആയാലും മൂപ്പരാളെ ഇങ്ങനെ നിരീക്ഷിക്കുകയാണ് ഓരോ ഭാഗം. പാട്ടുള്ള കാരണം അത് വെച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ കുറെ കഴിഞ്ഞപ്പോ ഇതാ ഉപ്പ ഉന്തി കൊണ്ടിരുന്നു കേട്ടാ. പെട്ടെന്നാണ് ഉപ്പ ഇരുത്തലും മൂപ്പരാള് പൂവലൊക്കെ ഉണ്ടായത്. അപ്പൊ പിന്നെ എനിക്ക് നല്ല സന്തോഷമായി. പിന്നെ ഇത് അവിടെ നിന്ന് കുറച്ച് കഴിഞ്ഞപ്പോ വീണ്ടും ഇറങ്ങണം പറഞ്ഞു. അതിന്റെ സൈഡിലൊക്കെ നിങ്ങൾക്ക് സൈക്കിള് കിടക്കണ കാണാം. അത് നമ്മൾ ഇന്നലെ ഫിറ്റ് ചെയ്തതാണ് കേട്ടോ. ഇതേപോലത്തെ ഒരു സൈക്കിളാണ്. പക്ഷെ അതിനിങ്ങനെ പിടുത്തും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഇതിനേക്കാളും കുറച്ചും കൂടി ഹൈറ്റ് കൂടുതലാ. അപ്പൊ ആമ്രൂന് ഭയങ്കര പേടിയാണ് കേട്ടോ. അപ്പൊ അത് കാരണം നമ്മളത് അവിടെ എടുത്ത് വെച്ചേക്കാണ്. പിന്നെ അവിടെ നിന്ന് ഞങ്ങളുടെ ആമ്രൂന് നല്ല ഇഷ്ടമായി ഗൈസ്. കുറെ നേരമായിട്ട് ഇതിൽ തന്നെ ആയിരുന്നു കേട്ടോ. അങ്ങനെ ഞാനിത് എന്റെ ഫ്രണ്ടിന്റെ വീട്ടിൽ പോവാണ് കേട്ടോ. മുബിയുടെ വീട്ടിലേക്ക് പോവാണ്. എനിക്കാണെന്നുണ്ടെങ്കിൽ നല്ല ഉറക്കം വരുന്നുണ്ട് കേട്ടോ. ഞാനൊരു 8:10 പോണത്. പിന്നെ ഇന്ന് മുബിയുടെ വീട്ടിൽ പോയില്ലെങ്കിൽ പിന്നെ അവൾ അടുത്ത മാസമായിരിക്കും കേട്ടോ. പെരുന്നാളൊക്കെ ആവുമ്പോഴാണ് പിന്നെ കാണുള്ളൂ. ഇനിയിപ്പോ പൂരൊക്കെ അല്ലേ. അപ്പൊ അതുകൊണ്ട് ഞാൻ ഇന്ന് തന്നെ പോവാന്ന് വിചാരിച്ചു. അങ്ങനെ മുബിയുടെ വീട്ടിലെത്തി ഇതാ 2 പേരും കളിക്കണം കേട്ടോ. അതിന്റെ ഇടയിൽ മുബിയുടെ ഉമ്മ കടയിൽ പോയിട്ട് 2 ആൾക്കും ഓരോ കോലുമുട്ടായി ഒക്കെ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. ഇവര് തമ്മിൽ 20 ദിവസത്തെ വ്യത്യാസമുള്ളൂ കേട്ടോ. ഫസ്റ്റ് ആംബ്രു ആണ്. ഞങ്ങള് 2 ആളും ഒരിക്കലും വിചാരിച്ചിട്ടില്ല കേട്ടോ ഒരേ പ്രായത്തിലുള്ള ബേബീസ് ഉണ്ടാവുന്നു. അതും ആൺകുട്ടികൾ ഒരേപോലെ ആവുന്നൊന്നും ഞങ്ങൾ വിചാരിച്ചിട്ടില്ല. പക്ഷെ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. മാസത്തിൽ 1 വട്ടം കാണുന്നതുകൊണ്ട് തന്നെ 2 ആൾക്കും പരിചയപ്പെട്ടു വരാൻ കുറച്ച് സമയം വേണം കേട്ടോ. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കി അവര് സെറ്റ് ആവും. ഇപ്പൊ വർത്താനം പറയണത് ഞാൻ നിങ്ങൾക്ക് കേൾപ്പിച്ചു തരാം. അവരെങ്ങനെ സെറ്റ് ആയിട്ട്. അപ്പൊ എനിക്കിതാ ചായയും അതുപോലെ മുട്ട മിച്ചറൊക്കെ ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ബേക്കറി കഴിക്കാത്ത പിള്ളേരാണ്. തമ്മിൽ കണ്ടപ്പോ ഇരുന്ന് കഴിക്കണം. നിങ്ങൾ കണ്ട ആമ്രു ബിസ്ക്കറ്റ് ഒന്നും വീട്ടിൽ തൊടുകയില്ല കേട്ടോ. അവിടെ ചെന്നപ്പോ ഇതാ ബിസ്ക്കറ്റ് മത്സരിച്ചിട്ടാണ് 2 പേരും കഴിക്കണ്ടായിരുന്നത്. എന്തായാലും എന്തെങ്കിലുമൊക്കെ കഴിക്കട്ടെ വിചാരിച്ചിട്ട് ഞങ്ങളും അവിടെ ഇരുന്നു കേട്ടോ. കാരണം വല്ലപ്പോഴല്ലേ ഉള്ളൂ. അങ്ങനെ ഞങ്ങൾ കുറേ നേരം വർത്താനൊക്കെ പറഞ്ഞ് അവരുടെ കളിയൊക്കെ കണ്ട് കുറേ നേരം ഇരുന്നു. നേരം പോയത് അറിഞ്ഞേ ഇല്ല കേട്ടാ. മുബിയുടെ വീട്ടിൽ നിന്ന് ഇറങ്ങി. ആമ്പ്രത സൈക്കിളുണ്ട്. വർത്താനം പറഞ്ഞ് നേരം പോയത് അറിഞ്ഞില്ല. അപ്പോൾ കുറച്ച് നേരം വൈകി. പക്ഷെ കുഴപ്പമില്ല, നമുക്ക് പതുക്കെ വീട്ടിൽ പോവാം. വല്ലപ്പോഴൊക്കെ അല്ലേ ഉള്ളൂ. ആമ്പ്രൂന് ഇപ്പോൾ നല്ല ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ സംഭവം. അയ്യോ അയ്യോ, ഇത് ഹായ് പറയോ? ഹായ്. അപ്പം ഇനി നമുക്ക് വീട്ടിലെത്തിയിട്ട് കാണാം ഗൈസ്. ഇന്നലെ വ്ളോഗ് എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. മെയിൻ കാരണം എന്താണെന്ന് വെച്ചാൽ ആമ്രു ഇന്നലെ ആ ഒരു സൈക്കിളുമൊന്നും ഇറങ്ങിയിട്ടില്ല. ഞാനും സാപ്പി അത് വാങ്ങിക്കുമ്പോൾ ഇങ്ങോട്ട് കാറിലൊക്കെ വരുമ്പോൾ ഞങ്ങൾ പറയണത് ഇതിൽ ഓടിക്കോ, ഇത് കയറുമോ, വീട്ടിലുള്ളതൊന്നും അങ്ങനെ ഓടിക്കോ അങ്ങനെയൊന്നും ചെയ്യാറില്ല. അപ്പോൾ ഇതിലിരിക്കുമോ അങ്ങനെയൊക്കെയാണ് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷെ എനിക്ക് കുറേ കഴിഞ്ഞപ്പോൾ അത് നല്ല ഇഷ്ടമായി. കാരണം വെറുതെ അങ്ങോട്ട് ഇരുന്നാൽ മതിയല്ലോ.
അപ്പോൾ രാത്രിയൊക്കെ അതുപോലെ തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഇന്നലെ വ്ളോഗ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മുടെ ആമ്രുവിന് സൈക്കിൾ വാങ്ങിച്ചിട്ടുള്ള ഈ ഒരു വ്ളോഗ് ഇത്രേ ഉള്ളൂ ഗൈസ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് നാളത്തെ വ്ളോഗിൽ കാണാം. അപ്പോൾ എന്തായാലും ബൈ ബൈ.